ചാനലിലെ ഫസ്റ്റ് വീഡിയോ. ഓഫ് കോഴ്സ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താ ആലോചിക്കുക? ഒരു നെയിം. ഒന്ന് പഴിച്ചാൽ മൂന്ന് എന്നാണല്ലോ ചൊല്ല്. ആൻഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ ആയതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഫസ്റ്റ് മൈൻഡിൽ വന്ന പേരായിരുന്നു കോസി ഗേൾ. സോ ഫിക്സ്ഡ്. സോ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. ബൈ ദ വേ, കോസി മീൻസ് കംഫോർട്ട്, വാം, എക്സെട്ര എക്സെട്ര. അതിൽ കംഫോർട്ട് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു കംഫോർട്ട് സോൺ ഉണ്ടാവും. അതിൻ്റെ അകത്തല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ എൻ്റെ ആ സോണിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാം. നിങ്ങളുടെ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നോടും കൂടെ പറ. സോ ഗ്രാബ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക്, ഗെറ്റ് കോംഫി ആൻഡ് ലെറ്റ്സ് ബിഗിൻ ദിസ് കോസി ജേർണി ടുഗദർ. എൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് ചെറിയ ചെറിയ യാത്രകൾ. ബട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്താൽ പോരാ, കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ബട്ട് ദിസ് ടൈം അങ്ങനെ എന്തെങ്കിലും ഒന്നും അല്ലായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ ഐറ്റം. ദിൽസയുടെ റെഡ് വെൽവെറ്റ് ആൻഡ് ഐസ്ക്രീം മിക്സ് ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഈ ചെറിയ യാത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരാൾ കൂടെ പരിചയപ്പെടണം. ദിസ് ഇസ് ബിഷീർ, എൻ്റെ ഒരേ ഒരു പുത്രൻ. ആൾക്കിപ്പോൾ 3 വയസ്സായി. ട്രെയിൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ കയറിയിട്ടില്ല. സോ ആളുടെ ഒരു ആഗ്രഹമായിരുന്നു ട്രെയിനിൽ പോകണം എന്നുള്ളത്. ആ ഒരു കുഞ്ഞു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. ബിഷ്രുവിൻ്റെ ലൈഫിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ബുക്കിലോ ഫോണിലൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇന്ന് അവൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ട്രെയിൻ യാത്ര. ആൻഡ് ഇപ്പോൾ 3 വയസ്സായതുകൊണ്ട് തന്നെ അവനത് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. മേ ബി അവൻ വലുതാവുമ്പോൾ അവനത് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവൻ്റെ എൻജോയ്മെൻറ്റ് കണ്ട് ആസ്വദിച്ച ഒരാളാണ് ഞാൻ. സോ ആ ഒരു മെമ്മറി നമുക്കൊന്ന് കീപ്പ് ചെയ്യാം. നിങ്ങളിൽ എത്ര പേർക്ക് ജേർണലിങ്ങിനെ പറ്റി അറിയാം ചെയ്യുന്നവരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതിന് മേ ബി ഒരു ജേർണൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെമ്മറി കളക്ഷനായിട്ടും കാണാം. കാര്യമായിട്ട് ഇവിടെ നമുക്ക് എടുത്തു വെക്കാനുള്ളത് ട്രെയിൻ ടിക്കറ്റ്സ് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് പ്രിൻ്റ് എടുത്തിട്ട് വേണം. അപ്പോൾ അതിനുള്ള ഗ്യാപ്പും കൂടെ വിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു എൻവലപ്പ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൽ കണ്ടോ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്നൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ഒരു വിൻറ്റേജ് എസ്തെറ്റിക് ലുക്കിലൊക്കെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ, ഉൾഭാഗം നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പേജിൻ്റെ, അതായത് ഈ ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ജേർണൽ ചെയ്യുന്നൊരു ബുക്കാണ്. അതിൻ്റെ മേക്ക് ഓവർ ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു കംപ്ലീറ്റ് പേജിൽ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് താരം 3 ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. അപ്പോൾ 3 ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 3 കൂടെ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ പേജ് കംപ്ലീറ്റ് ഫില്ലായി നിൽക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. 2 ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് ഇവിടെ എഴുതി വെക്കണം. അതുപോലെ നമ്മൾ എന്നാണ് പോയത്, ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ എഴുതുന്ന പെന്ന് ജെൽ പെന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളറുള്ള പെന്നാണ്. പക്ഷേ ഈ ഒരു എൻവലപ്പിൻ്റെ പേജ് നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് അതിൽ പിടിക്കാൻ കുറച്ച് പാടായിരുന്നു. മുകളിൽ ബിഷ്റൂസ് ഫസ്റ്റ് ട്രെയിൻ ജേർണി എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് പെന്നുകൊണ്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ മാർക്കർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ജൂൺ 22. ആൻഡ് താഴെ ഫ്രമും 2 ആണ്. അപ്പോൾ ഫ്രം നമ്മൾ എവിടെ നിന്നാണ് കയറുന്നില്ല പ്ലേസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. തൊടിയപ്പുലം ടു നിലമ്പൂരാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ആ ഒരു സൈഡ് അത്രേ ചെയ്തുള്ളൂ. ഇനി നെക്സ്റ്റ് സൈഡിൽ ബ്ലാങ്ക് ആയിക്കല്ലേ, ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു തീമിലോട്ട് മാച്ചായി വരുന്ന ഈ ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് എന്തൊക്കെയോ കോഡ്സ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ഫുൾ കോട്ടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കിൻ്റെ സൈസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ആദ്യം. പിന്നെ കട്ട് ചെയ്യണം, ഒട്ടിക്കണം. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണെന്ന് പറഞ്ഞല്ലോ. ബിഷ്റൂസ് മോം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അത് ചെറിയ പ്രശ്നം കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. ആ ഒരു ചാനൽ കണ്ടവർക്കറിയാം, നമ്മളതിൽ ഒരുപാട് ജേർണൽസും ക്രാഫ്റ്റും ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ടും കൂടെ ഒന്ന് ചെക്കാക്കിയാൽ മതി. ഞാൻ ഈ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ പേപ്പർ ഗ്ലൂ ആണ് കേട്ടോ. നല്ല സുഖമാണ്, കാരണം നമ്മൾ കയ്യിലൊന്നും ആവില്ല. നമുക്കെല്ലാം നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ സുഖമാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ഈ ഒരു ഗ്ലൂ അടിപൊളിയാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെയും കൂടി ചെയ്യാം.
ഫ്രീ ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ മൈൻഡ് ഒന്നും കൂടി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടൈമിലൊക്കെ കൂൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിങ്ങും ക്രാഫ്റ്റും. ജേർണലിംഗ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ സിമ്പിൾ ക്രാഫ്റ്റ് കാണാം. വേറെ ആരുമല്ല, നമ്മളിന്ന് കഴിച്ച ദിൽസയല്ലേ, അതിൻ്റെ ഓർഗനൈസർ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ടോപ്പിലെ സ്റ്റിക്കർ ആദ്യം കളയണം, അതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ആക്കിയാൽ മതി. ആദ്യം മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രഷിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, പെയിൻറ്റ് ബ്രഷിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് വൈറ്റ് പെയിൻറ്റിൽ മുക്കുക, എന്നിട്ട് ചെറിയ കുഞ്ഞു ഹാർട്ട് കൊടുക്കുക എന്നായിരുന്നു. പക്ഷേ അത് പല സൈസിലാണ് വന്നത്. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ കുഞ്ഞു ബ്രഷൊന്നും ഉണ്ടായിരുന്നില്ല, നീഡിലായിട്ടുള്ള. ആൻഡ് അതൊന്ന് നൈസായിട്ട് പാളിപ്പോയി. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് വൈറ്റ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ ആളുടെ ലുക്കൊന്ന് ചെറുതായിട്ട് മാറ്റാം. ഈ ഒരു റെഡ് കളറിലോട്ട് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു വാഷി ടേപ്പ് കണ്ടത്. ഇതൊരു പേപ്പർ ടൈപ്പ് വാഷി ടേപ്പാണ്, റെഡിൽ വൈറ്റ് ഹാർട്ട് വരുന്നത്, നല്ല ഭംഗിയുള്ളതാണ് കാണാനും. അപ്പോൾ അത് ഞാൻ ഇതുപോലെ സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വാഷി ടേപ്പിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ടായതുകൊണ്ട് ഒട്ടിക്കാനൊന്നും വലിയ പണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയേ, ആളുടെ ലുക്കൊന്ന് ചെറുതായിട്ട് മാറിയിട്ടില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ ആൾ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു പരീക്ഷണം നടത്തി പാളി, ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരീക്ഷണം തുടങ്ങിയത്. അപ്പോൾ അത് സക്സസ് ആയതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഒട്ടിച്ച വീഡിയോ നിങ്ങൾ കാണാഞ്ഞേ. അപ്പം ബാക്കിയുള്ള കാണിച്ചു തരാം. ഒന്നുമില്ല, ആ വാഷി ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക, അത് ആ സൈസിൽ കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ ആളിങ്ങനെയുണ്ട്, ചേഞ്ച് ആയില്ലേ? ആൻഡ് ഈ ലുക്കാണോ ഓൾഡ് ലുക്കാണോ കാണാൻ ഭംഗി? പിന്നെ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ടൈം കളയാറില്ല, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കാറ്. സോ ഇതിൻ്റെ യൂസ് ഇതാണ്, നമുക്കൊരു മിനി ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഇനിയും കാണിച്ച് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ബാക്കി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോ. ഒരു റിക്വസ്റ്റും കൂടി, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടതിനും കേട്ടതിനും സഹിച്ചതിനും താങ്ക് യു.